27-ാം തീയതി വേൾഡ് വൈഡ് ആയിട്ട് നമ്മൾ തിരി റിലീസ് ചെയ്തു. നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ തന്നെ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിരുന്നു. തിരി റിലീസ് ചെയ്തു, നമ്മൾ പോയി കണ്ടു. ഓക്കെ, കേരളത്തിലുണ്ടായിരുന്നു. കേരളത്തിൽ വലിയ റിലീസൊന്നും ഇല്ലാണ്ട് അത്യാവശ്യം സ്ക്രീൻസൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാ വേൾഡ് വൈഡ് റിലീസാണ്. അത്യാവശ്യം തിരി എന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചു ഇന്ന്. ഈ സിനിമയെ പറ്റി പറയുമ്പോൾ ഈ സിനിമയുടെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അന്ന് ഇറങ്ങിയ സമയത്തുണ്ടായ ഒരു ആ ഒരു ഫീലായിരുന്നു എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. അന്നുണ്ടായ ഒരു അത് വേറെ തന്നെയായിരുന്നു. ഒരു 3 ആൾ നിൽക്കുന്ന ഒരു പോസ്റ്ററായിട്ട് എത്ര ആളുടെ ഈ പടത്തിൽ ഇത്ര ആളുണ്ടാവും എന്നൊരു ഡൗട്ടും കാര്യങ്ങളൊക്കെ ഈ സിനിമ ഇറങ്ങുന്നവരെ ആ ഡൗട്ട് ഉണ്ടായിരുന്നു. ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ മനസ്സിലായത് ഒരാളാണെന്ന്. കാരണം 3 പേര് നിൽക്കുന്ന ഒരു പോസ്റ്റർ ഉണ്ടായിരുന്നു. അത് അത്രയും ഫേമസ് ആയിരുന്നു അന്ന്. അങ്ങനെയൊക്കെ ആഫ്റ്റർ പടം റിലീസായി സക്സസ്ഫുള്ളി റണ്ണിങ് ചെയ്തു. പിന്നെ പടത്തിന് ഇപ്പോൾ റിലീസ് ചെയ്തു. ഓക്കെ, കൂടുതൽ പേർക്ക് അല്ലി വിജയ് കോംബോയിൽ ഇഷ്ടപ്പെട്ട പടം എന്ന് പറയുമ്പോൾ അത് മെർസൽ തന്നെയാണ്. ഏറ്റവും കൂടുതൽ പേർക്ക് ഇഷ്ടപ്പെട്ട പടം മെർസലാണ്. മെർസൽ, തിരി, ബിഗിൽ ആ ഒരു ഓർഡറിലായിരിക്കും അറ്റ്ലി വിജയ് കോംബോ പടം പറയും. പക്ഷേ എനിക്ക് മോസ്റ്റ് ഫേവറേറ്റ് അറ്റ്ലി വിജയ് കോംബോ പടം അത് തിരി തന്നെയാണ്. എനിക്കറിയില്ല, പണ്ട് മുതൽ എനിക്ക് തിരിയോടാണ് കൂടുതൽ താല്പര്യം. മെർസലിനെക്കാട്ടും എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട പടം തിരിയാണ്. തിരി, മെർസൽ രണ്ടും ഒരു കൊമേഴ്ഷ്യൽ പടമാണ്. ഒക്കെ ആണെങ്കിൽ കൂടി രണ്ടും ട്രീറ്റ് ചെയ്ത രീതി വേറെയാണ്. ഇതിലൊരു വേറെ രീതിയിലാണ് തിരിയിൽ അവർ ട്രീറ്റ് ചെയ്തത്. മെർസൽ അല്ല, തിരി ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. രണ്ടും ഒരേ ടൈപ്പ് ഓഫ് ആക്ഷൻ പടമാണെങ്കിൽ കൂടി എടുത്തു പറയാനാണെങ്കിൽ ഒരു സിമ്പിൾ ആൻഡ് ഹംബിളായിട്ടുള്ള ഇൻട്രോ, അച്ഛൻ മകൾ കോംബോ, അതൊക്കെ അടിപൊളിയായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത് എനിക്ക്. അതുപോലെ തന്നെ ഒരു മലയാളം പറയുന്ന ഒരു സീക്വൻസ്, പിന്നെ ഇൻ്റർവെല്ലായൊരു വാക്ക്, അങ്ങനെ സിനിമയിൽ ഒരുപാട് ഹൈ സീക്വൻസ് ഉണ്ട്. അച്ചാതെ റിപ്പീറ്റ് ആയിട്ടുള്ളൊരു പടം തന്നെയാണ് മെർസൽ. പോലെ തന്നെ